Hi everyone, welcome back to yet another video of Natural Lines. Today I'll be dealing with a poem that is The Tiger, written by William Blake. So once again, welcome to the video. So as usual, before moving to the poem, I would like to share some details about the writer William Blake. So some basic ideas. So William Blake from 1757 to 1827 is one of the early romantics. So റൊമാൻറ്റിക് പീരീഡ് ലിറ്ററേച്ചറിലെ റൊമാൻറ്റിക് പീരീഡിൽ ഏറ്റവും കൂടുതലൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളൊരു റൈറ്ററാണ് വില്യം ബ്ലേക്ക് എന്ന് പറയുന്നത്. ആൻഡ് വില്യം വാസ് സെൻറ്റ് ടു എ ഡ്രോയിങ് സ്കൂൾ അറ്റ് ദി ഏജ് ഓഫ് 10 ആൻഡ് ലേറ്റർ ഹി ബിഗാൻ ഹിസ് കരിയർ ആസ് എൻ എൻഗ്രേവർ, ഇല്ലുസ്ട്രേറ്റർ ആൻഡ് ഡ്രോയിങ് ടീച്ചർ. അതായത് വില്യം ബ്ലേക്ക് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അറിയാവുന്നത് ആസ് എ പോയറ്റ് എന്നുള്ള രീതിയിലാണ്. ബട്ട് ഹീ വാസ് ആൻ ആർട്ടിസ്റ്റ്. അദ്ദേഹം ഒരു എൻഗ്രേവർ ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു 10 വയസ്സായ സമയത്ത് ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഡ്രോയിങ് സ്കൂളിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹി വാസ് ആൻ ഇല്ലുസ്ട്രേറ്റർ. അതുപോലെ അദ്ദേഹം ഒരു ഡ്രോയിങ് ടീച്ചറായിരുന്നു. ആൻഡ് ഹി ഓൾസോ പ്രാക്ടീസ്ഡ് പോയട്രി ഡ്യൂറിങ് ദിസ് ടൈം. അപ്പോൾ അതിന് ശേഷമാണ് അദ്ദേഹം പോയട്രി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് അദ്ദേഹം വരുന്നത്. ആൻഡ് ഹിസ് ഫസ്റ്റ് പ്രിൻറ്റഡ് കളക്ഷൻ ഈസ് ടൈറ്റിൽഡ് പോയറ്റിക്കൽ സ്കെച്ചസ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് പ്രിൻറ്റഡ് കളക്ഷൻ എന്ന് പറയുന്നത് 1783 പബ്ലിഷ് ചെയ്ത പോയറ്റിക്കൽ സ്കെച്ചസ് എന്ന് പറയുന്ന വർക്കാണ്. ആൻഡ് ബ്ലേക്ക്, ലൈക്ക് മെനി ഓഫ് ഹിസ് കണ്ടംപററീസ്, വാസ് എ പൊളിറ്റിക്കൽ റാഡിക്കൽ ഹൂ സപ്പോർട്ടഡ് ഫ്രഞ്ച് റെവല്യൂഷൻ ബട്ട് ഡിഡ് നോട്ട് ബ്രിങ് ഇറ്റ് ഔട്ട് ഇൻ കംപ്ലീറ്റ് ഫോം. അതായത് വില്യം ബ്ലേക്ക് അദ്ദേഹത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന മറ്റ് കണ്ടംപററീസിനെ പോലെ തന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു നിലപാടുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള തോട്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഹി സപ്പോർട്ടഡ് ഫ്രഞ്ച് റെവല്യൂഷനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരാൾ തന്നെയായിരുന്നു. പക്ഷേ എനിവേ അത് കംപ്ലീറ്റ് ഫോമിലേക്ക് ആക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. ആൻഡ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി സ്വീഡിഷ് ഫിലോസഫർ ഇമ്മാനുവൽ സ്വീഡൻബർഗ്, ഹി ഡെവലപ്ഡ് ഹിസ് ഓൺ റാഡിക്കൽ ഫോം ഓഫ് ഹെററ്റിക്കൽ ഫെയ്ത്ത് റിഫ്ലക്റ്റഡ് ഇൻ ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില പൊളിറ്റിക്കലായിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തോട്ട്സ് ഉണ്ടായിരുന്നു. സോ അദ്ദേഹം ഹി ഡെവലപ്ഡ് ഹിസ് ഓൺ റാഡിക്കൽ ഫോം ഓഫ് ഹെററ്റിക്കൽ ഫെയ്ത്ത്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന സെറ്റ് ഓഫ് ബിലീഫ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഐഡിയോളജീസ് ഉണ്ട്. സോ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാതെ എ സെറ്റ് ഓഫ് ബിലീഫ്സ് വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എസ്റ്റാബ്ലിഷ്ഡ്. അതായത് എന്താണോ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ അതിനെ മറികടന്ന് വേറൊരു തലത്തിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ വേറൊരു സെറ്റ് ഓഫ് ബിലീഫ്സിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു ആളായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ളൊരു ആൾ തന്നെയായിരുന്നു വില്യം ബ്ലേക്ക് എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിലേക്ക് ഇത് വരുന്നത് അദ്ദേഹത്തിന് സ്വീഡിഷ് ഫിലോസഫറായിട്ടുള്ള ഇമ്മാനുവൽ സ്വീഡൻബർഗ് അദ്ദേഹമായിട്ടുള്ളൊരു കണക്ഷൻ വരുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ടാണ് ഇദ്ദേഹം ഈ ഒരു പല കാര്യങ്ങളിലും എതിരായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങളും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ വേറൊരു തലത്തിലേക്ക് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് മാറി. സോ അങ്ങനത്തെ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് വില്യം ബ്ലേക്ക് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഈ തോട്ട്സ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയാസ്, ഇദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ എന്ന് പറഞ്ഞിട്ട് 1790 ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിരുന്നു. ഈ വർക്കിൽ പ്രധാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ തോട്ട്സും ഐഡിയാസും ഇദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. And he personally supervised the publication of his works with his own illustrations and paintings. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹം ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിൽ മാത്രമല്ല പോപ്പുലർ, ഹി വാസ് എ പെയിൻറ്റർ, അദ്ദേഹം ഒരു ഇല്ലുസ്ട്രേറ്റർ ആയിരുന്നു, ഹി വാസ് എൻ എൻഗ്രേവർ. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം പോയട്രി എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഉടനീളം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് പബ്ലിഷ് ചെയ്യുമ്പോൾ വി ക്യാൻ സീ അദ്ദേഹം തന്നെ ഇല്ലുസ്ട്രേഷൻസും പെയിൻറ്റിങ്സും എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ആൻഡ് WB Yeats ഫൗണ്ട് ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ഇൻ ബ്ലേക്ക് and referred to him in some of his poems. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഐഡിയോളജീസ്, അദ്ദേഹത്തിൻ്റെ തോട്ട്സ്, ഫിലോസഫീസ്, ഇതെല്ലാം ഭയങ്കരമായിട്ട് സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് WB Yeats. സോ ഈറ്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഈ പറഞ്ഞ പോപ്പുലറായിട്ടുള്ള ഒരു റൈറ്ററാണ്, പോയറ്റാണ്. അപ്പോൾ WB Yeats ഒത്തിരി ഇൻസ്പയർഡ് ആയിരുന്നു ഈ ബ്ലേക്കിൻ്റെ ഈ ഐഡിയോളജീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ WB Yeatsൻ്റെ വർക്ക്സിലെല്ലാം ബ്ലേക്കിനെ എന്താ പറയുക
ബ്ലേക്കിൻ്റെ എന്താണ് ബ്ലേക്ക് ഇൻസ്പയർ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പോംസിൽ നമുക്ക് കാണാൻ പറ്റും, WB Yeatsൻ്റെ പോംസിൽ. സോ ഹി റോട്ട് പാഷനേറ്റ്ലി അബൌട്ട് ദി സോഷ്യൽ കണ്ടീഷൻസ് ഇൻ 18th century ലണ്ടൻ, പോവർട്ടി, ക്ലാസ് ഹൈറാർക്കീസ്, റിലീജിയൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറിട്ട ചിന്താഗതിയുള്ള ഒരാളാണ്. സോ ഡെഫിനറ്റായിട്ട് അദ്ദേഹം ജീവിച്ചിരുന്ന 18th century ഉണ്ടായിരുന്ന മേജറായിട്ടുള്ള സോഷ്യൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഡൈലെമാസ് അത് അദ്ദേഹം വളരെയധികം അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ പോവർട്ടി, അതുപോലെ തന്നെ ക്ലാസ് ഹൈറാർക്കീസ്, ആ സമയത്തുണ്ടായിരുന്ന റിലീജിയസ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഐഡിയാസ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. ആൻഡ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് ഓഫ് എക്സ്പീരിയൻസ് 1794, വില്യം ബ്ലേക്സ് പ്രൊഫറ്റിക് ബുക്സ്, ദാറ്റ് ഈസ് ഫ്രം 1789 to 1820. അപ്പോൾ ഒത്തിരി റൈറ്റിങ്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നോട്ടബിൾ ആയിട്ടുള്ള 2 വർക്ക്സ് അല്ലെങ്കിൽ ബുക്സ് മാത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് അബൌട്ട് ദി റൈറ്റർ വില്യം ബ്ലേക്ക്. ആൻഡ് ഐ എം മൂവിങ് ടു ദി പോം ദി ടൈഗർ. സോ ഈ ഒരു പോം ദി ടൈഗർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു സ്പെല്ലിങ്, ടൈഗറിൻ്റെ സ്പെല്ലിങ് ഇറ്റ് ഈസ് നോട്ട് TIGR, ഇറ്റ് ഈസ് TYGER. അത് ആ ഒരു ടൈഗർ എന്ന് പറയുന്ന ആ ഒരു അനിമലിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈം പീരീഡിൽ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജിൻ്റെ പ്രത്യേകതയാണത്. അത് വൈ എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്, തെറ്റാണോ റോങ് ആയതുകൊണ്ടാണോ, അങ്ങനെയല്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് പീരീഡ്. ആ പീരീഡിൻ്റെ പ്രത്യേകത കൊണ്ടിട്ടാണ് സ്പെല്ലിങ്ങിൽ ആ വ്യത്യാസം വന്നിരിക്കുന്നത്. സോ ഐ എം moving to the stanza-wise summary. The first stanza: Tiger, tiger, burning bright in the forest of the night, what immortal hand or eye could frame thy fearful symmetry. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റാൻസേ പറയുന്നത് ദ സ്പീക്കർ ഹീസ് ഡയറക്റ്റ്ലി അഡ്രസ്സസ് എ ടൈഗർ. നമ്മുടെ ഈ ഒരു ടൈറ്റിൽ പോലെ തന്നെ ഈ ഒരു കവിത പറയുന്നത് ടൈഗർ എന്ന് പറയുന്ന വൈൽഡ് ആനിമലിനെ പറ്റിയാണ്. അപ്പോൾ ഈ ടൈഗറിൻ്റെ ഈ ഒരു ബ്യൂട്ടി കണ്ടിട്ട് സ്പീക്കർ വണ്ടർ ആവുകയാണ് അല്ലെങ്കിൽ മെസ്മറൈസ്ഡ് ആവുകയാണ് ഇതിൻ്റെ ബ്യൂട്ടിയിൽ. ആൻഡ് ഹി സേസ് ദാറ്റ് ബേണിംഗ് ബ്രൈറ്റ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ദി നൈറ്റ്, അതായത് രാത്രി കാലങ്ങളിൽ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ ഈ ടൈഗറിന് ദർ ഇസ് എ ബേണിംഗ് ബ്രൈറ്റ്നസ്, അതായത് ഭയങ്കരമായിട്ടൊരു ബ്രൈറ്റ്നസ് ഈ ആനിമലിനുണ്ട്. സോ ഇതിൻ്റെ ആ ഒരു കളറ് അല്ലെങ്കിൽ അതിൻ്റെ കളറിൻ്റെ ആ ബ്യൂട്ടി കാരണം ഉണ്ടാകുന്ന ഫ്ലാഷസ്, ഇറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആരാധന തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് പേടി തോന്നുന്ന ഒരു വൈൽഡ് ആനിമലാണ് ടൈഗർ. സോ വാട്ട് ഇമ്മോർട്ടൽ ഹാൻഡ് ഓർ ഐ കുഡ് ഫ്രെയിം ദൈ ഫിയർഫുൾ സിമെട്രി. എന്നിട്ട് സ്പീക്കർ ചോദിക്കുവാണ്, എന്ത് ഇമ്മോർട്ടൽ ഹാൻഡും ഐയുമുള്ള ആൾ അല്ലെങ്കിൽ ആരാണ് ഇത്രയും വൈൽഡായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും പേടിപ്പെടുത്തുന്ന ഈ ഒരു ജീവിയെ ഉണ്ടാക്കിയത്? ഹൂ ഈസ് ദ ക്രിയേറ്റർ എന്നാണ് പറയുന്നത്. ഹൂ ഈസ് ദാറ്റ് ഇമ്മോർട്ടൽ മാൻ അല്ലെങ്കിൽ ഇമ്മോർട്ടൽ പേഴ്സൺ ബിഹൈൻഡ് ദിസ് ക്രിയേച്ചർ? ഈ ക്രിയേച്ചറിൻ്റെ പിന്നിലുള്ള ശില്പി ആരാണ് എന്നാണ് സ്പീക്കർ ചോദിക്കുന്നത്. സോ ദ സ്പീക്കർ ആസ് വിച്ച് ഇമ്മോർട്ടൽ ബീയിങ് കുഡ് പോസിബിളി ഹാവ് ക്രിയേറ്റഡ് ദിസ് ടൈഗേഴ്സ് ഫിയർസം ബ്യൂട്ടി. അതായത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത്രയും പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ ബ്രൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഈ ആനിമലിനെ ആരാണ് ഉണ്ടാക്കിയെടുത്തത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത്രയും ഫിയർഫുൾ ആയിട്ടുള്ള ഈ ഒരു ക്രിയേച്ചറിനെ എങ്ങനെ രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ആൻഡ് ഐ എം മൂവിങ് ടു ദ സെക്കൻഡ് സ്റ്റാൻസ. ഇൻ വാട്ട് ഡിസ്റ്റൻസ് ഡീപ്സ് ഓർ സ്കൈസ് burned the fire of thine eyes, on what wings dare he aspire, what the hand dare seize the fire. അപ്പോൾ ഇനി അദ്ദേഹം പറയുന്നത് ഹീ ഈസ് മെസ്മറൈസ്ഡ് ബൈ ഇറ്റ്സ് ഫിയറി ഐസ്. അതായത് ഈ ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഈ ഒരു ആനിമലിൻ്റെ, ഈ വൈൽഡ് ആനിമലിൻ്റെ ഈ കണ്ണുകളിലെ തിളക്കം അല്ലെങ്കിൽ അഗ്നി അല്ലെങ്കിൽ ആ ഒരു തീ, ആ ഒരു പവറാണ് ഇനി ഈ സ്പീക്കർ പറയുന്നത്. ആൻഡ് ഹി ഫീൽസ് ദാറ്റ് ദ ഫയർ ഇൻ ദ ഐസ് വിച്ച് കെയിം ഫ്രം ഡിസ്റ്റൻറ്റ് ഹെവൻലി ബോഡി. അതായത് ഈ സ്പീക്കർ ചിന്തിക്കുവാണ് ഈ ജീവിയുടെ ഈ കണ്ണിലുള്ള ഈ തീ അല്ലെങ്കിൽ ഈ ഒരു പവർ ഇസ് ഇറ്റ് കംസ് ഫ്രം എനി ഹെവൻലി ബോഡീസ്, അതായത് ആകാശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നോ നരകത്തിൽ നിന്നോ ഹെല്ലോ ഹെവനോ എവിടെ നിന്നാണ്, ഏത് ദൂരെയുള്ള ഏതോ ഒരു ഹെവൻലി ബോഡിയിൽ നിന്നാണ് ഇതിൻ്റെ കണ്ണുകളിലെ ഈ തീ വന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. ആൻഡ് ഹി സേസ് ദാറ്റ് ഡിഡ് ദ ടൈഗേഴ്സ് ക്രിയേറ്റേഴ്സ് ഹാവ് വിങ്സ്. അപ്പോൾ പറയുകയാണ് ഇത്രയും ഒരു പ്രത്യേകത തോന്നുന്ന അല്ലെങ്കിൽ ഇത്രയും പേടിപ്പെടുത്തുന്ന ഫിയേഴ്സമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ടെറിബിൾ ബ്യൂട്ടിയുള്ള ഈ ഒരു ആനിമലിനെ സൃഷ്ടിച്ച ഈ മനുഷ്യൻ അയാൾക്ക് ഡിഡ് ദ ടൈഗേഴ്സ് ക്രിയേറ്റർ ഹാവ് വിങ്സ്, അയാൾക്ക് ചിറകുള്ള ആളായിരിക്കും അല്ലെങ്കിൽ അയാൾ
അയാൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരാളാണോ എന്നാണ് ചിന്തിക്കുന്നത്. ബിക്കോസ് ഇത്രയും ഒരു സാധനത്തെ സൃഷ്ടിക്കണമെങ്കിൽ അയാൾ നിസ്സാരക്കാരനല്ല. സോ ഗോഡിനെ തന്നെയാണ് ഇവിടെ സ്പീക്കർ പറയുന്നത്, പക്ഷേ ഗോഡെന്ന് ആസ് സച്ച് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല എന്ന് മാത്രം. ആൻഡ് വാട്ട് ദ ഹാൻഡ് ഡെയർസ് സേസ് ദ ഫയർ, എന്നിട്ട് അയാൾ ചോദിക്കുവാണ് ഹൂസ് ഹാൻഡ് വുഡ് ബി ഡെയറിങ് എനഫ് ടു ക്രിയേറ്റ് ദ ടൈഗർ. ഇത്രയും പിടിപ്പെടുത്തുന്ന, വീണ്ടും പറയുകയാണ്, ഈ ആനിമലിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള അയാളുടെ കൈകൾ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അത് വല്ലാണ്ട് സ്പീക്കറിനെ എന്താണ് അത്ഭുതപ്പെടുത്തുകയാണ്. സോ ഹൗ ഇറ്റ് ഹാപ്പൻ, എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അയാൾ പറയുന്നത്. ആൻഡ് ദി നെക്സ്റ്റ് ആൻസർ, ആൻഡ് വാട്ട് ഷോൾഡർ ആൻഡ് വാട്ട് ആർട്ട് could twist the sinews of thy heart, and when thy heart began to beat, what dread hand and what dread feet. അപ്പോൾ അടുത്തതിൽ അയാൾ പറയുവാണ്, ഹി തിങ്സ് അബൌട്ട് ദി എഫേർട്ട് ആൻഡ് സ്കിൽ ദാറ്റ് മസ്റ്റ് ഹാവ് ഗോൺ ഇൻ ടു ക്രിയേറ്റിംഗ് ദിസ് ടൈഗർ. അപ്പോൾ ഈ ഒരു ക്രിയേറ്റർ ഈ നമ്മളുടെ ഈ ഒരു ടൈഗറിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അയാൾ എടുത്തിട്ടുള്ള എഫേർട്ട്, അയാളുടെ സ്കില്ല്, അയാളുടെ ആർട്ട്, അതൊക്കെയാണ് ഇയാൾ ഇവിടെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്, എന്തൊരു ആർട്ടാണ്, അയാൾക്ക് എന്തൊരു സ്കില്ലായിരിക്കണം. കുഡ് ട്വിസ്റ്റ് ദ സെന്യൂസ് ഓഫ് ദൈ ഹാർട്ട്, അതായത് സെന്യൂസ് എന്നിവിടെ ഉദ്ദേശിക്കുന്ന പേശികൾ, അതായത് ഹൂ ഈസ് ദ ക്രിയേറ്റർ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഈ ഒരു മസ്കുലർ ബോഡി ഓഫ് ദിസ് ടൈഗർ. ഈ ടൈഗറിൻ്റെ പേശികൾ അല്ലെങ്കിൽ മാംസം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മസ്കുലർ ബോഡി അത് ക്രിയേറ്റ് ചെയ്ത് അയാളുടെ സ്കില്ലെന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺബിലീവബിൾ എന്നുള്ളതാണ് അയാൾ പറയുന്നത്. ആൻഡ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഹി വണ്ടേഴ്സ് ഹൂ വുഡ് ബി സ്ട്രോങ് എനഫ് ടു ബിൽഡ് ദ ടൈഗേഴ്സ് മസ്കുലർ ബോഡി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആരായിരിക്കും ഈ ഒരു സാധനത്തിനെ ഉണ്ടാക്കിയെടുത്തത്. ആൻഡ് വെൻ ദൈ ഹാർട്ട് ബിഗാൻ ടു ബീറ്റ്, വാട്ട് ഡ്രെഡ് ഹാൻഡ് വാട്ട് ഡ്രെഡ് ഫീറ്റ്. അതായത് ഇതിനെ ഉണ്ടാക്കിയെടുത്തപ്പം ഈ ടൈഗറിൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ദറ്റ് മീൻസ് ക്രിയേഷൻ എന്നുള്ള പ്രോസസ്സ് കഴിയുമ്പോൾ ഈ ജീവി ജനനം എടുക്കുമല്ലോ, അതായത് ഇത് ഹാർട്ട് ബീറ്റ് ഇതിനുണ്ടാവുമല്ലോ, അത് ഉണ്ടാകുന്നിടത്തോളം വരെ ഇതിനെ വെയിറ്റ് ചെയ്ത് ഇതിനെ ഉണ്ടാക്കിയെടുത്ത ആ മനുഷ്യൻ, അയാളുടെ സ്കില്ല് അത് ആരായിരിക്കും എന്ന് വീണ്ടും നമ്മളോട് റീഡേഴ്സിനോട് സ്പീക്കർ ചോദിക്കുവാണ്. സോ ഹൂസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വർ ദ വൺസ് ദറ്റ് മെയ്ഡ് ദ ടൈഗേഴ്സ് ഹാർട്ട് സ്റ്റാർട്ട് ബീറ്റിംഗ്. ഇത്രയും ഒരു സാധനത്തിനെ വടച്ചു വിടാനുള്ള ഐഡിയ ഉള്ള അല്ലെങ്കിൽ അത്രയും സ്കില്ലുള്ള ഏത് മനുഷ്യനാണ്, അല്ലെങ്കിൽ മനുഷ്യനല്ല ഏത് എന്താ പറയുക ക്രിയേറ്ററാണ് ഈ ലോകത്തുള്ളത് എന്ന് ചിന്തിക്കുവാണ്. ആൻഡ് ദി നെക്സ്റ്റ് ആൻസർ, വാട്ട് ദി ഹാമർ വാട്ട് ദി ചെയിൻ ഇൻ വാട്ട് furnace was thy brain, what the anvil, what dread grasp, dare its deadly terrors clasp. അപ്പോൾ നെക്സ്റ്റ് ആൻസറിൽ അദ്ദേഹം പറയുകയാണ്, ദി സ്പീക്കർ വണ്ടേഴ്സ് അബൌട്ട് ദി ടൂൾസ് ദ ടൈഗേഴ്സ് ക്രിയേറ്റർ മസ്റ്റ് ഹാവ് യൂസ്ഡ്. അതായത് എന്ത് ടൂളായിരിക്കും അയാൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ സാധനത്തിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വാട്ട് ദി ഹാമർ, ഹാമർ എന്ന് അതായത് ഒരു ടൂൾ പറയുവാണ്, ഹാമറാണോ. വാട്ട് ദി ചെയിൻ ഇൻ വാട്ട് ഫർണേസ് വാസ് ദൈ ബ്രെയിൻ, അതായത് ഈ ടൈഗറിൻ്റെ ബ്രെയിൻ ഇതുണ്ടാക്കിയെടുത്തത് എന്തെങ്കിലും ഫർണേസിലാണോ. ഫർണേസ് ഓർ മീൻസ് എന്തെങ്കിലും ഫോജിലാണോ, അതായത് നമ്മൾ അടുപ്പ് ചൂള എന്നൊക്കെ പറയില്ലേ, അതായത് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഉള്ളിലിട്ടാണോ ഇതിനെ ഉണ്ടാക്കിയെടുത്തത്. അതെന്ന് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആണ് ഇതിനെ കാണാനായിട്ട്. അപ്പോൾ അതാണ് പറയുന്നത്. ആൻഡ് വാട്ട് ദി അൻവിൽ വാട്ട് ഡ്രെഡ് ഗ്രാസ്പ് ഡെയർ ഇറ്റ്സ് ഡെഡ്ലി ടെറേഴ്സ് ക്ലാസ്പ്. അപ്പോൾ പിന്നീടും അയാൾ ചോദിക്കുവാണ്, വാട്ട് ടെറിഫൈങ് ബീങ് വുഡ് ബി സോ ഡെയറിങ് ആസ് ടു ക്രിയേറ്റ് എ ടൈഗർ. അതായത് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തപ്പോഴേക്കും അയാൾക്ക് പേടി തോന്നിയില്ലേ, അയാൾക്ക് ഇതെങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളത് വീണ്ടും സ്പീക്കർ ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുവാണ്. സോ ഇമാജിനിങ് ദ ടൈഗേഴ്സ് ബ്രെയിൻ വാസ് ക്രിയേറ്റഡ് ഇൻ എ ഫോർജ്, അതുപോലെ തന്നെ വാട്ട് ടെറിഫൈങ് ബീങ് അല്ലെങ്കിൽ ഇത്രയും ഒരു വൈൽഡായിട്ടുള്ള ഇത്രയും പേടിപ്പെടുത്തുന്ന ഈ ഒരു സാധനത്തിനെ ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റർ അയാൾ എങ്ങനെയുള്ള ആളായിരിക്കും, അയാൾക്ക് ഇതെങ്ങനെ സാധിച്ചു എന്ന് വീണ്ടും ചോദിക്കുകയാണ്. അയാൾക്ക് പേടി തോന്നിയില്ലേ എന്നുള്ള രീതിയിൽ. Then the next stanza, when the stars threw down their spears and watered heaven with their tears, did he smile his work to see? Did he who made the lamb make thee? അപ്പോൾ പിന്നെ അടുത്ത സ്റ്റാൻസിൽ പറയുവാണ്, when the stars threw down their spears, അതായത് ഹെവനിലോ അതായത് സ്വർഗത്തിലോ എവിടെയോ സ്റ്റാർസ് ദേ ത്രൂ ഡൗൺ their spears, അതായത് സ്റ്റാർസ് അവരുടെ വെപ്പൺസ് താഴെ വെക്കുകയാണ്. ആൻഡ് വാട്ടേഡ് ഹെവൻ വിത്ത് their tears, അതായത് അവരുടെ കണ്ണുകൾ നിറയുകയാണ്. സോ ഹെവൻ ഫുള്ള് കണ്ണീര് കൊണ്ട് നിറയുകയാണ്. ദാറ്റ് ഈസ് ഈ
സ്റ്റാർസ് എന്ന് പറയുന്നത് അവിടെയുള്ള ഏഞ്ചൽസ് ആകാം. അപ്പോൾ ഹെവനിലുള്ള ഏഞ്ചൽസ് അവരുടെ ടൂൾസ് നിലത്ത് വെക്കുന്നു, വെപ്പൺസ് നിലത്ത് വെക്കുന്നു. അറ്റ് ദ സെയിം ടൈം വാട്ടേർഡ് ഹെവൻ വിത്ത് ടീയേഴ്സ്, അതായത് അവരുടെ കണ്ണീര് കൊണ്ട് അവിടെ നിറയുകയാണ് ഭൂമി പോട്ടെ നമ്മുടെ സ്വർഗം, ക്ഷമിക്കണം. അപ്പോൾ സ്വർഗം ഈ പറഞ്ഞ അവരുടെ കണ്ണീര് കൊണ്ട് കുതിരുകയാണ്. ഡിഡ് ഹി സ്മൈൽ ഹിസ് വർക്ക് ടു സീ? അപ്പോൾ ഇത് കാണുമ്പോൾ അയാൾക്ക് സങ്കടമൊന്നും തോന്നുന്നില്ലേ? അതായത് ഈ ടൈഗർ എന്ന് പറയുന്ന സാധനം, ഡിഡ് ഹി ഹൂ മെയ്ഡ് ദ ലാംബ് മേക്ക് ദി, അതായത് ലാംബ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അതായത് ചെറിയ ആട്. ഈ ആടെന്ന് പറയുന്നത് ഇറ്റ് ഈസ് പീസിനെ സിംബലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്യൂരിറ്റിനെ കാണിക്കാൻ, അല്ലെങ്കിൽ ഇന്നസെൻസിനെ കാണിക്കുന്ന ഒരു മൃഗമാണ്. സോ ഈ ലാംബ് ക്രിയേറ്റ് ചെയ്ത അതേ മനുഷ്യൻ, അല്ലെങ്കിൽ അതേ ക്രിയേച്ചർ, അല്ലെങ്കിൽ അതേ ഗോഡാണോ, അല്ലെങ്കിൽ ഇമ്മോർട്ടലായിട്ടുള്ളൊരു ആളാണോ ഇത്രയും ഇതുള്ള പേടിപ്പെടുത്തുന്ന ഈ മൃഗത്തെ ക്രിയേറ്റ് ചെയ്തത്? സോ വി ക്യാൻ സീ ഒരു എന്താ പറയുക, ഒരു ഡിഫറൻസ് കാണുകയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ലാംബ് ആൻഡ് ദി ടൈഗർ. ഒരെണ്ണം വൈൽഡാണ്, ഒരെണ്ണം വൈൽഡ് ആനിമൽ അല്ല. സോ അത് കാണിക്കുന്നത്, അപ്പോൾ ഈ സ്വർഗത്തിലിരുന്നുകൊണ്ട് ഇവരെല്ലാം വിഷമിക്കുകയാണ് ഈ ഒരു ക്രിയേച്ചറിൻ്റെ ആ ഒരു പ്രോസസ്സിൽ. കാരണം ഈ ഒരു സാധനത്തിനെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താണ് ഈ ക്രിയേറ്ററിന് നേടാനുള്ളത്? ഇയാൾ തന്നെയാണോ ഈ ലാമ്പിനെ ക്രിയേറ്റ് ചെയ്തത്? എങ്ങനെ ഈ മൃഗത്തെ ഇയാൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു? ഈ ഒരു കാര്യം തന്നെ വീണ്ടും എടുത്ത് ചോദിക്കുവാണ്. സോ ഈ ക്രിയേഷനിൽ ഹെവൻ ഒട്ടും ഹാപ്പി അല്ല എന്നുള്ള രീതിയിലാണ് പോയിറ്റ് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ്, അപ്പോൾ ഈ ഇത്രയും എന്താ പറയുക, ഹെവൻലി ആയിട്ടുള്ള സ്റ്റാർസ്, അതായത് ഏഞ്ചൽസൊക്കെ വിഷമിക്കുന്നു, ലാമ്പിനെ ക്രിയേറ്റ് ചെയ്ത് ഇയാൾ തന്നെയാണ് ഇതൊക്കെ ഇദ്ദേഹം ചോദിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിഡ് ഹി സ്മൈൽ ഹിസ് വർക്ക് ടു സീ? ഈ സത്യത്തിൽ ഈ ക്രിയേറ്ററിന് ഈ ജീവിയെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ? കാരണം അത് അത്രയും വൈൽഡായിട്ടുള്ള, അത്രയും എന്താ പറയുക, നമുക്കൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഭീകരത്വം അല്ലെങ്കിൽ ഒരു നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു ആംബിയൻസ് ഉള്ള ഒരു മൃഗമാണ്. അപ്പം ഡെഫിനറ്റ്ലി അയാൾക്ക് സംശയമാണ്, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഈ ഒരു ക്രിയേച്ചറിനെ എടുത്തു വിടാനുള്ള ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത്. ദെൻ ദി നെക്സ്റ്റ് ആൻസർ, Tiger, tiger, burning bright in the forest of the night, what immortal hand or eye dare frame thy fearful symmetry? നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. എന്താണ്? ടൈഗർ, ടൈഗർ, ബേണിംഗ് ബ്രൈറ്റ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ദി നൈറ്റ്, അതായത് നൈറ്റിൽ ഞാൻ കാണുന്ന, ഫോറസ്റ്റിലൂടെ നീങ്ങുന്ന ഈ ബ്രൈറ്റ് ആയിട്ടുള്ള, ഈ ബേണിംഗ് ബ്രൈറ്റ് ആയിട്ടുള്ള ഈ ടൈഗർ, വോട്ട് ഇമ്മോർട്ടൽ ഹാൻഡ് ഓർ ഐ ഡെയർ ഫ്രെയിം ദൈ ഫിയർഫുൾ സിമെട്രി? ഏത് ഇമ്മോർട്ടലായിട്ടുള്ള ആളാണ്, അതായത് ഏത്, ഈ ഭൂമിയിലുള്ള എല്ലാം മോർട്ടലാണ്, നശിഞ്ഞു പോകും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്ന ആൾ ഇമ്മോർട്ടലായിരിക്കും, അതായത് അൾട്ടിമേറ്റ് ഗോഡിനെയാണ് പറയുന്നത്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ആ ഒരു ഇത്, അപ്പോൾ അത് എന്തുകൊണ്ട് ഇതിനെ ഇത്രയും പേടിപ്പെടുത്തുന്ന ഒരു സാധനത്തിനെ, ഹു കുഡ് ക്രിയേറ്റ് ദിസ് ഫിയർസം ബീസ്റ്റ്, ഇത്രയും പേടിപ്പെടുത്തുന്ന ഒരു സ്ഥാനത്തിനെ എങ്ങനെ ദൈവത്തിന്, അല്ലെങ്കിൽ എങ്ങനെ ഈ ഇമ്മോർട്ടലായിട്ടുള്ള ആ ക്രിയേറ്ററിന് ഉണ്ടാക്കാൻ പറ്റി എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ സ്പീക്കർ ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് വാട്ട് ഈസ് അബൌട്ട് ദി സമ്മറി പാർട്ട് ആൻഡ് ഐ എം മൂവിങ് ടു ദി അനാലിസിസ് പാർട്ട്. സോ ഫസ്റ്റ് തീം എന്ന് പറയുന്നത് ദ പവർ ഓഫ് ഈവിൾ. അതായത് ഇവിടെ ടൈഗർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഈവിൾ, അതായത് ലോകത്ത് തിന്മ ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. നന്മയുണ്ടെങ്കിൽ തിന്മ ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈവിളിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ, അല്ലെങ്കിൽ പവർ കാണിക്കാനാണ് ടൈഗറിന് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് തീം എന്ന് പറയുന്നത് ദ പവർ ഓഫ് ഈവിൾ, ദറ്റ് ഈസ് ടൈഗർ റെപ്രസെൻറ്റ്സ് ടെറർ, ഫിയർ, ഡേഞ്ചർ ആൻഡ് ഈവിൾ. ദെൻ സ്പീക്കർ വണ്ടേഴ്സ് വെദർ ദ സെയിം ക്രിയേറ്റർ ഓർ ഗോഡ് റിയലി ക്രിയേറ്റഡ് ദ ലാംബ്, അതായത് ദൈവം തന്നെയാണോ ഇതിനെ സൃഷ്ടിച്ചതെന്ന് അയാൾ സംശയിക്കുന്നുണ്ട്. ഓർ ദി ഗോഡ് റിയലി ക്രിയേറ്റഡ് ദ ലാംബ്, ലാമ്പിനെ ക്രിയേറ്റ് ചെയ്ത ഗോഡ് തന്നെയാണോ ഈ ടൈഗറിനെയും ക്രിയേറ്റ് ചെയ്തത്? അതായത് ഈ ലോകത്ത് ഡെഫിനറ്റായിട്ട് രണ്ട് ശക്തികളുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. സോ ഈവിൾ ഉണ്ടെങ്കിൽ ഗുഡ് ഉണ്ട്, ഗുഡ് ഉണ്ടെങ്കിൽ ഈവിളും ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ വൈ ഡിഡ് ഗോഡ് ചൂസ് ടു ക്രിയേറ്റ് സച്ച് എ ഫിയർസം ആനിമൽ? അയാൾ ഈ പോം തുടക്കം തൊട്ടിട്ട് എൻഡ് വരെ സ്പീക്കർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഈവിൾ ഇൻ ദ വേൾഡ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ലോകത്ത് ഈവിളുണ്ട്, തിന്മ ഉണ്ട്, തിന്മ അത് നിലനിന്ന് പോകുക തന്നെ ചെയ്യും. സോ നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട്. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത്. അത് ടൈഗർ എന്ന് പറയുന്ന ഒരു ഇമേജിലൂടെ കാണിച്ചു എന്ന് മാത്രം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ കോ എക്സിസ്റ്റൻസ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് അഗെയിൻ, ഞാൻ ചെയ്യുന്നില്ല. അതായത് കോ എക്സിസ്റ്റൻസ്, ഇത് രണ്ടും നിലനിൽക്കുന്നുണ്ടെന്നാണ്. ദാറ്റ് ഈസ് ദ ഡുവാലിറ്റി ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. അതാണ് ത്രൂ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ടൈഗർ ആൻഡ് ദി ലാംബ്.
ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ നോളേജ്. അതായത് നമ്മൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ദാറ്റ് ഈസ് ദി ഹ്യൂമൻ മൈൻഡ് കനോട്ട് ഫുള്ളി കോംപ്രിഹെൻഡ് ദ മൈൻഡ് ഓഫ് ഗോഡ്. വി ഡോണ്ട് നോ അബൌട്ട് ദി വേൾഡ്സ് ഹാർഷ് റിയാലിറ്റീസ്. അതായത് നമ്മളൊരു പക്ഷേ ചിന്തിക്കും, അതായത് ദൈവം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്. ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുമല്ലോ, ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ, ദൈവത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ, അല്ലെങ്കിൽ ദൈവമല്ലേ ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്, എല്ലാത്തിനും കാരണം ദൈവം തന്നെയാണ്. എല്ലാത്തിനും നടക്കുമ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. സോ അത് തന്നെയാണ് നമ്മുടെ സ്പീക്കർ അല്ലെങ്കിൽ പോയിറ്റ് നമ്മളോട് ചോദിക്കുന്നത്, ഇതെന്താണ് ഇങ്ങനെ, ഇതെന്താണ് അങ്ങനെ. അതായത് ദർ ഈസ് സംതിങ് വിച്ച് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ. നമ്മുടെ കൺട്രോളിലല്ലാത്ത, നമ്മുടെ നോളജിലല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ വേൾഡിലുണ്ട്. ആൻഡ് മൈൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നുള്ളത് വി ഹാവ് നോ ഐഡിയ, നമുക്കറിയില്ല എന്നുള്ളത് തന്നെയാണ്. സോ ആ ഒരു റിയാലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ദ സബ്ലൈം, ഫോർത്ത് പോയിൻറ്റ്. സബ്ലൈം എന്ന് പറയുന്നത് ദറ്റ് ഈസ് ബിയോണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ബിയോണ്ട് ഹ്യൂമൻ കോംപ്രിഹെൻഷൻ, അതുപോലെ ഇൻസ്പയറിങ് ബ്യൂട്ടി എന്നൊക്കെയാണ്. അതായത് ഇവിടെ ടൈഗർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് സബ്ലൈം. അതായത് ടൈഗർ എന്ന് പറയുന്ന ഫിയർഫുൾ ആയിട്ടുള്ളൊരു അനിമലാണ്, വൈൽഡ് അനിമലാണ്, ടെറിഫയിങ് ആണ്, നമ്മളെ പേടിപ്പിക്കും, ഹൊറിബിൾ ആണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അത് കാണുന്ന മാത്രയിൽ തന്നെ നമ്മുടെ സ്പീക്കർ പറയുന്നുണ്ട്, തുടങ്ങുന്നത് തന്നെ അങ്ങനെ, ടൈഗർ ബ്രൈറ്റിങ് എന്താണ്, അങ്ങനെ ബ്യൂട്ടി, അതിൻ്റെ ബ്യൂട്ടി വർണ്ണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ആക്ച്വലി ഷോസ് ദാറ്റ് സ്പീക്കർ ഈസ് മെസ്മറൈസ്ഡ് ബൈ ഇറ്റ്സ് ക്രിയേഷൻ. അതായത് സത്യം പറഞ്ഞാൽ ഇത് തിന്മയാണ് എന്നൊക്കെ പുള്ളി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദ അൾട്ടിമേറ്റ് തിങ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ക്രിയേഷൻ. ഈ ക്രിയേഷൻ ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളത് സമ്മതിക്കാതിരിക്കാൻ വയ്യ. ടൈഗറിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അത്രയും ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് സിമ്പിൾ. സിമ്പിൾസ് പറയുമ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ടും പറയുന്നത് മേജർ സിമ്പിൾ ഈസ് ടൈഗർ ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് ഇറ്റ് സിംബലൈസസ് ഡിസ്ട്രക്റ്റീവ് പവർ, ഫിയർ, ഈവിൽ, ബ്യൂട്ടി, ഫിസിക്കൽ സ്ട്രെങ്ത് എക്സെട്ര. ആൻഡ് ദി നെക്സ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫയർ. ഫയർ കാണിക്കുന്നത് എനർജി, പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അതുപോലെ ദ സ്റ്റാർസ് എന്ന് പറയുന്നുണ്ട്. സ്റ്റാർസ് എന്ന് പറയുന്നത് മേ ബി ഫോളൻ ഏഞ്ചൽസ് ആവാം. ഓർ ഫോറസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഫോറസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അൺനോൺ ആസ്പെക്ട്സ് ആൻഡ് ഡാർക്ക്നെസ്. അതായത് ഡാർക്ക്നെസ്സിൽ കാണുന്ന, ഫോറസ്റ്റിലൂടെ നടന്നു നീങ്ങുന്ന ടൈഗർ എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് നമുക്കറിയാത്ത ഒരു ക്രിയേഷൻ, അല്ലെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങളെന്ന് ഉള്ളൊരർത്ഥമാണ് അവിടെ കൊടുക്കുന്നത്. ആൻഡ് വി ക്യാൻ ഗോയിങ് ടു ദ നെക്സ്റ്റ് വൺ, ദറ്റ് ഈസ് ലിറ്റററി ഡിവൈസസ്. ഇതിലുള്ള ലിറ്റററി ഡിവൈസസ് എന്ന് പറയുന്നത് ദ പോയം ഈസ് ഡിഫൈൻഡ് ബൈ എ സീരീസ് ഓഫ് അൺആൻസറബിൾ ക്വസ്റ്റ്യൻസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പോയം തുടക്കം തൊട്ട് എൻഡ് ചെയ്യുന്നവരെ പോയറ്റ് ഓർ ദ സ്പീക്കർ ഹീ ഈസ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി. ഒത്തിരി തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ആൻഡ് ദർ ഈസ് നോ ആൻസർ. അതിന് ആൻസർ അയാൾ കണ്ടെത്തുന്നില്ല, നമ്മളോടാണ് ചോദിക്കുന്നത്. അൺആൻസറബിൾ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇറ്റ് സിഗ്നിഫൈസ് ദ കൺഫ്യൂഷൻ ഓഫ് സ്പീക്കർ അബൌട്ട് ഡിവൈൻ പവർ ആൻഡ് ഈവിൾ. അതായത് അദ്ദേഹത്തിനുള്ള കൺഫ്യൂഷനാണ് അവിടെ കാണിക്കുന്നത്. വെദർ ഡിവൈൻ പവർ ആണോ, അത് ഈവിൾ ആണോ, എന്തുകൊണ്ട് ഇത് സൃഷ്ടിച്ചു എന്നുള്ളത്. സോ ദറ്റ് ഈസ് വാട്ട് ഈസ് അബൌട്ട് ദ റെപ്പിറ്റേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് poetic device is personification. അതായത് in the fifth stanza, the stars throw down their spears and weep, personified as heavenly beings reacting to the creation of the tiger. അതായത് ഇതിൻ്റെ ഒരു ഫിഫ്ത്ത് സ്റ്റാൻസയിലാവുമ്പോൾ ഞാനത് പറഞ്ഞിരുന്നു. അതായത് സ്റ്റാർസ് അവരുടെ വെപ്പൺസും ടൂൾസും താഴെ വെച്ചു, അവർ കരഞ്ഞു എന്ന് പറയുന്നുണ്ട്. സ്റ്റാർസ് എന്ന് പറയുന്നത് ഫോളൻ ഏഞ്ചൽസ് ആകാം. സോ എന്തുകൊണ്ടാണ് അവർ കരഞ്ഞത്? ഇറ്റ് ആക്ച്വലി ഷോസ് ദാറ്റ് ഹെവൻലി ബീയിങ്സ് ദേ ആർ റിയാക്ടിങ് ടു ദ ക്രിയേഷൻ ഓഫ് ടൈഗർ. അതായത് ഈ ഒരു ടൈഗറിൻ്റെ ഈ ഒരു ക്രിയേഷനിൽ അവരത്രയും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ഈ ടൈഗറിനെ കാണുമ്പോൾ ആകാശത്ത് അല്ലെങ്കിൽ സ്വർഗത്തിൽ അവർ കരയുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് പേഴ്സോണിഫിക്കേഷൻ. ഐ തിങ്ക് ദിസ് വീഡിയോ ഈസ് വെരി ക്ലിയർ ടു യു. സോ ദിസ് ഈസ് വാട്ട് ഈസ് ദി അനാലിസിസ് പാർട്ട് ഓഫ് ദി വർക്ക്, that is The Tiger, written by William Blake. For more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.